ഹായ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അമ്പലത്തിൽ പോകണം. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലം ഞാൻ പണ്ടൊക്കെ പോയിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഒന്നുകൂടെ പോയിട്ട് വരാം. ഒരു ശിവൻ കോവിൽ, ശിവൻ്റെ അമ്പലമാണ്. അപ്പോൾ അവിടെ പോകാം. രാവിലെ കാറൊക്കെ എടുത്തിറങ്ങി നേരെ അമ്പലത്തിൽ പോയിട്ട് കാണിച്ചു തരാം. അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ ആരുമില്ല. ഓക്കെ, സോ അഡ്ജസ്റ്റ്. സോ ഗൈസ്, അപ്പോൾ അമ്പലത്തിലെത്തി. പക്ഷേ അമ്പലത്തിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉള്ളിൽ പോകുന്നില്ല. പക്ഷെ പുറത്ത് ഞാൻ പോയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഉള്ളിൽ ഞാൻ എന്തായാലും വീഡിയോ എടുക്കുന്നില്ല. കാരണം അത് ഇവിടെ എടുക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അത് ശരിയല്ലല്ലോ, അതുകൊണ്ട് മാത്രം. ഓക്കെ, പുറത്തൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതെന്തായാലും പോയി കാണിച്ചു തരാം. ഓക്കെ, വെയിറ്റ്. ഇതാണ് അമ്പലത്തിൻ്റെ കവാടം. ഞാൻ ഉള്ളിൽ പോയിട്ട് വരാം. ഇവിടെ കയറുന്നതിന് മുന്നേ ഷർട്ട് അഴിക്കണം. അമ്പലത്തിലെല്ലാം അങ്ങനെയാണ്. അപ്പോൾ തൊഴുതി കഴിഞ്ഞു, പ്രസാദമൊക്കെ കിട്ടി, കുറിയൊക്കെ കിട്ടും. എപ്പോഴും ഇവിടെ വന്ന ഒരു ഫീലാണ്. എന്ന് വെച്ചാൽ ഒരു പോസിറ്റിവിറ്റി ആണല്ലോ. ഞാനൊക്കെ ചെറുത് മുതൽ എൻ്റെ അച്ഛൻ്റെ ഒപ്പം അച്ഛനൊക്കെ കൂട്ടിയിട്ട് വന്നിട്ട് ഞാൻ എപ്പോഴും അവിടെ വരുന്നതാണ്. എന്തുണ്ടെങ്കിലും ഇവിടെ. ഇനി അയ്യപ്പൻ്റെ അവിടെ പോയിട്ട് പ്രാർത്ഥിക്കാം. ഇവിടുത്തെ വഴികളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇതുണ്ടോ ഇവിടുത്തെ വഴികൾ. ഇതാണ് അമ്പലം. അത് പുറത്തുള്ള ക്ഷേത്രങ്ങൾ. അപ്പുറത്ത് അമ്പലത്തിൻ്റെ കുളമുണ്ട്, പക്ഷെ അത് അത്ര നല്ലതല്ല. വണ്ടി നിർത്തിയതിൻ്റെ അപ്പുറത്താണ് കുളം. അത് വഴികളൊക്കെ കണ്ടില്ലേ, കൽപ്പടവുകൾ. അത് മുരുകൻ. അപ്പം എല്ലാവരും കൊണ്ട് കാണിച്ചു തരാം. ഇവിടെ പൂജൻ്റെ ഒക്കെ അമ്മ കൊടുക്കും, ഞാൻ വന്ന് പ്രസാദം വാങ്ങും. അങ്ങനെയാണ് പൊതുവെ രീതി. വേണ്ടില്ലേ ആൽമരം. ഞാനിനി ഇവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് വരാം. അപ്പോൾ തൊഴുതി കഴിഞ്ഞു, ഇനി വീട്ടിൽ പോകാമെന്നുള്ളതാണ്. പക്ഷെ അമ്പലത്തിൽ വന്ന് നമ്മൾ കുറച്ച് നേരം ഇരിക്കണം. അതിന് മുന്നേ വേറൊരു കാര്യം, നമ്മളെപ്പോഴും അമ്പലത്തിൽ വരുമ്പോൾ ഒരു 6 മണി സമയത്തൊക്കെ വരിക. 6 മണി 6:30. ഇപ്പോൾ കുറച്ച് വെയിലായില്ലേ, പ്രത്യേകിച്ച് വേനൽക്കാലം നല്ല ചൂടായിരിക്കും. ഒരു 6 മണിക്കൊക്കെ വന്നാൽ അടിപൊളിയായിരിക്കും, നല്ല രസമായിരിക്കും തൊഴുത്. അപ്പോൾ തൊഴുതി കഴിഞ്ഞു. ഇതാണ് അമ്പലത്തിലെ കുളം. ബാക്കിൽ കണ്ടില്ലേ, പാടം പോലെ കിടക്കുമെങ്കിലും കുളമാണ്. ഓക്കെ, ഇതാണ് അമ്പലത്തിൻ്റെ പരിസരം. നല്ല ആൽമരം. ഇവിടെയൊക്കെ വന്ന് കാറ്റുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. നമുക്ക് വേറെ ജോലിയുള്ളതുകൊണ്ട് നമ്മൾ വരാറില്ല. ഇനിയിപ്പോൾ എന്തായാലും വേറെ പണിയൊന്നുമില്ല, തിരിച്ചു പോകാം. സോ ഗൈസ്, അപ്പോൾ കഴിഞ്ഞ അമ്പലത്തിലെ അനിയൻ വിളിച്ചു. സ്കൂളിൽ കൊണ്ടുവിടാൻ സമയമായെന്ന് പറഞ്ഞു. സ്കൂളിൽ പോകാൻ സമയം. ഇനി വീട്ടിൽ പോവാം. അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാം. ഓക്കെ. ഗൈസ്, അപ്പോൾ അനിയനെ കൊണ്ട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് മറ്റേ വണ്ടി വേണ്ടതുകൊണ്ട് നമ്മൾ അടുത്ത വണ്ടി എടുത്തിറങ്ങി. റോട്ടിലെത്തിയിട്ടില്ല. റോട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം. അത് സ്കൂളിലേക്ക് പരീക്ഷ അല്ലേ ബന്ധോ? അത് പരീക്ഷ പറ. മാത്സ്. എന്തായാലും ഇനി റോട്ടിലെത്തി. മറ്റുള്ളവരെന്ത് വിചാരിച്ച് നമ്മളൊന്നും ചെയ്യാതിരിക്കരുത്. ഈ ലോകം നമ്മുടെയാണ്, നമുക്ക് കട്ടിയല്ലേ. ഡു വാട്ട് എവർ യു വാണ്ട്. കഴിഞ്ഞു. സോ ഗൈസ്, അപ്പോൾ വീട്ടിലെത്തി. അമ്പലത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് തുടങ്ങിയ വ്ളോഗ് അവനെ സ്കൂളിൽ കൊണ്ടുവച്ചാണ് നിർത്തിയത്. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ വീട്ടിലെത്തി. ഇനിയിപ്പോൾ അച്ഛനും അമ്മയും ആരും ഇല്ല. അമ്മമ്മ അച്ഛനുണ്ടാവും. പിന്നെ വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യട്ടെ. ഭക്ഷണം കഴിക്കണം ആദ്യം. പ്രസാദമുണ്ട്, പ്രസാദം കഴിക്കണം. അങ്ങനത്തെ പരിപാടികളൊക്കെ. അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ കുറേ കാലത്തിന് ശേഷം വീഡിയോ ഇടുന്ന അറിയാം. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു, സമയമില്ലാത്തതിൻ്റെ കുറച്ച് ഇതൊക്കെ ആയിരുന്നു. എന്തായാലും ഇനിയിപ്പോൾ നോക്കാം ഇടയ്ക്കിടയ്ക്ക്. ഓക്കെ, അപ്പോൾ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.